ജോഫി ജോസ് അണക്കുരി ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കളങ്കാവൽ എന്ന മൂവി അനൗൺസ് ചെയ്തതിന് ശേഷം അതിന്റെ ടീസർ ഇറങ്ങി, അതിന്റെ പോസ്റ്റർ ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയായിരുന്നു മമ്മൂട്ടി ഇതിൽ എന്തോ കിണ്ടാമിണ്ടിയായിട്ടാണ് വരുന്നത്. മമ്മൂട്ടിയുടെ ഒരു വന്യമായ ലുക്കും ആ ട്രെയിലറിലൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു മമ്മൂട്ടിയാണോ ഇനി ഇതിലെ നായകൻ, പ്രതിനായകൻ. എല്ലാ ഡൗട്ടുകളും ഇപ്പോൾ ഏകദേശം എല്ലാവരുടെയും ഏറെക്കുറെ മാറിയിട്ടുണ്ടാവും. മമ്മൂട്ടി ഇതിലൊരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത്. അത് വെറും വില്ലൻ അല്ല, അതായത് സൂപ്പർ സ്റ്റാറുകൾ എങ്ങനെ ഒരു സൈക്കോ ആയിട്ട് മാറുമ്പോൾ എങ്ങനെയൊക്കെ അതിനെ മാറ്റിയെടുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. മമ്മൂട്ടിയുടെ സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമ ഇതാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായുള്ള ചിത്രങ്ങളിൽ മമ്മൂട്ടി ചെറുപ്പക്കാരുടെ കൂടെ കൂടിയിട്ട് അഭിനയിക്കാനുള്ള ദാഹമുള്ള മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു സിനിമ കഥ പറയുന്ന, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇതുവരെ ആർക്കും അങ്ങനെ പിടിതരാത്തൊരു കഥയിൽ അഭിനയിച്ചേക്കുന്ന മമ്മൂട്ടി. മമ്മൂട്ടിയുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ സിനിമാ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള റോള് ചെയ്തെന്ന് ആശംസിക്കാം. ഈ പടം കണ്ടിറങ്ങുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെയാണ്, അല്ലെങ്കിൽ പടം കണ്ടിറങ്ങുന്ന എല്ലാവരും കയ്യടികൾ കൂടെയാണ് ഇറങ്ങി പോകുന്നത്. ഞാനും അമ്മയും കൂടിയിട്ടാണ് ഇന്നലെ ഇംഗ്ലണ്ടിലെ ലീഡ്സിലൊരു സിനിമ തിയേറ്ററിൽ രാത്രിയിലെ ഷോയ്ക്ക് പോയത്. തിയേറ്റർ ഏകദേശം ഫുള്ളായിരുന്നു, ആൾക്കാരൊക്കെ ചെറുപ്പക്കാരായിരുന്നു കൂടുതലും. അപ്പോൾ മമ്മൂട്ടീനെ കാണിച്ച് മമ്മൂട്ടിയുടെ സ്വഭാവത്തിലേക്ക് നേരെ, മമ്മൂട്ടിയുടെ വന്യമായ സ്വഭാവത്തിലേക്ക് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒഴുകി ഒരു ഒടുക്കത്തൊരു വെള്ളപ്പൊക്കം പോലെ അല്ലെങ്കിൽ ഒരു സുനാമി പോലെ പെട്ടെന്ന് മമ്മൂട്ടി മാറി തീരുമ്പോൾ എല്ലാവരും ഞെട്ടിത്തിരിച്ച് ചിലർ കൈയടിക്കുകയും ചിലർ ഞെട്ടി അയ്യോ അപ്പുറം ഇരുന്ന അമ്മ ദൈവമേ എന്നൊക്കെ വിളിച്ചു. അങ്ങനെയാണ് മമ്മൂട്ടിനെ ഈ പടത്തിൽ അവതരിപ്പിച്ച് വെക്കുന്നത്. പിന്നെ മമ്മൂട്ടി നിറഞ്ഞടിഞ്ഞാടുകയാണ്, മമ്മൂട്ടി കളം നിറഞ്ഞാടുകയാണ്. ഈ പടം മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച സിനിമ എന്നോ അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ബെസ്റ്റ് പടം എന്നൊന്നും ഞാൻ പറയുന്ന ആളല്ല. പക്ഷേ നമുക്ക് രസിച്ചിരുന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ് ആണ്. ജിതിൻ മറ്റേ കുറുപ്പ് സിനിമയ്ക്ക് വേണ്ടിയിട്ടും പേന ചലിപ്പിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ജിഷ്ണു എന്ന് പറയുന്ന ആളും കൂടിയിട്ടാണ് ഇതിൻ്റെ കഥ. അപ്പോൾ ജിതിൻ്റെ ഡയറക്ഷൻ മികവ് കൊണ്ട് തന്നെ നമുക്ക് തുടക്കം മുതൽ നമ്മൾ പടത്തിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചില്ല. നമ്മളും കൂടെ ഈ പടത്തിനെ കുറിച്ച് അന്വേഷിച്ചു പോവാണ്. മമ്മൂട്ടിയുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്നത് വിനായകൻ, പിന്നെ ജിബിൻ ഗോപിനാഥ്. സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് പേരുണ്ട്. നല്ല രസമായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് സ്ത്രീ കഥാപാത്രങ്ങളുടെ കഥയൊക്കെ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും എന്നുള്ളത് കൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രസമായിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ കട്ട് ചെയ്ത് പോയേക്കുന്നതൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർവെല്ലിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നതൊക്കെ നമ്മൾ ആ ട്വിസ്റ്റും സംഭവങ്ങളൊക്കെ എല്ലാവരും ഞെട്ടിക്കുന്നതൊക്കെ അല്ലെങ്കിൽ എല്ലാവരും ആസ്വദിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്റർവെല്ലിന് ശേഷം പടം ഒത്തിരി കൂടി ഒന്ന് വലിയുന്നുണ്ട്. അതായത് നമ്മളെ ബോറടിപ്പിക്കുന്നില്ല, കഥ നല്ല രസമായിട്ട് തന്നെ പോകുന്നത്. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയാണോ ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഉഷാറുകുറവ് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ നമുക്ക് ഈ പടം 100% എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. മുജീബ് മജീദിൻ്റെയാണ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ. അതൊക്കെ പടമായിട്ട് നല്ല കണക്ട് ചെയ്ത് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ആലോചിക്കേണ്ട അവസ്ഥ വരുന്നില്ല. മമ്മൂട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, വിനായകനും മമ്മൂട്ടിയും. അത് ശരിക്കും ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെ ഒരു സൈക്കോ ആയിട്ട് മാറുമ്പോൾ എന്തൊക്കെ ആളുടെ കയ്യിൽ നിന്ന് ഇടുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. മമ്മൂട്ടിയുടെ ഈ എല്ലാവരും ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ റീൽസൊക്കെ പൊരിക്കാൻ പോകുന്നത് മമ്മൂട്ടി ഒരു സിഗരറ്റ് വെച്ചിട്ടുള്ള കുറേ കളികളുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ പുക അങ്ങനെ റൗണ്ട് ചുരുളായിട്ട് വിടുന്ന സംഭവം, അതിപ്പോൾ ഓൾറെഡി എല്ലാവരും ഇതിൻ്റെ ട്രെയിലറിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ആ പുകച്ചുരുൾ വരുന്നത് കാണുമ്പോൾ തന്നെ തിയേറ്ററിൽ കയ്യടിയെന്ന് വെച്ചതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടുത്തെ തിയേറ്ററുകളിൽ പുകവലി മറ്റേ നിരോധിച്ചിരിക്കുന്നു, പാടില്ല എന്നുള്ളതൊന്നും എഴുതി കാണിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നല്ല രസമായിട്ട് കണ്ടു. അവിടുത്തെ തിയേറ്ററുകളിൽ ഇത് തന്നെയായിരിക്കും ഫുൾ ടൈം. എന്താ വെച്ചാൽ മമ്മൂട്ടി ഫുൾ ടൈം സിഗരറ്റ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. സിഗരറ്റ് വെച്ച് കൊണ്ടുള്ള കുറേ കളികളൊക്കെ ഉണ്ട്. അത് ഇനി എന്തായാലും ഉറപ്പാണ്, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കുറേ സോഷ്യൽ മീഡിയയിൽ ഇനി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വൈറലാവാൻ പോകുന്നത്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളിൽ നല്ല റോള് രജീഷൊക്കെ ഉണ്ട്, പിന്നെ ശ്രുതി രാമചന്ദ്രൻ. ഇവരൊക്കെ ജസ്റ്റ് ഇത്തിരി കൂടെ റോളുകൾ ഉണ്ടെങ്കിലും ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ കയറി പോകുന്നുണ്ട്. മമ്മൂട്ടിനെ എന്താ പറയുക, ഒരു ശരിക്കൊരു ഇതുവരെ കാണാത്തൊരു സൈക്കോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളത് ദഹിക്കാതെ അല്ലെങ്കിൽ അയ്യോ എന്താണ് മമ്മൂട്ടി ഇങ്ങനെ കാട്ടുന്നതെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും. ഇത് കഥ പറഞ്ഞു പോകുന്നതിൻ്റെ ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. പക്ഷേ നിങ്ങൾ മമ്മൂട്ടി ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് പോയി കാണേണ്ട സിനിമ തന്നെയാണ്. പക്ഷെ ഇതൊരു ഫാമിലി മൂവിയാണോ അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് പോകാൻ പറ്റുന്ന മൂവിയാണെന്ന് ചോദിച്ചാൽ അല്ല. എന്താ വെച്ചാൽ കുട്ടികൾക്കൊന്നും ഇതൊന്നും രസിക്കണം എന്നില്ല. അല്ലെങ്കിൽ ഒരു അന്വേഷണ സിനിമ, അങ്ങനെ പൂച്ചയും എലിയും കളി എന്നൊക്കെ പറയില്ലേ,
അത്രയ്ക്ക് ഉണ്ടോ? കുഴപ്പമില്ല. നല്ല നല്ല ത്രില്ലറായിട്ട് തന്നെ ഇത് സംഭവം. നമുക്ക് ഇതിൽ ആരാണ് കൊലപാതകി, ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഈ സംഭവം എവിടെ കൊണ്ടുവന്നാണ് ഇത് അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവസാനത്തെ ട്വിസ്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഈ പടത്തിന്റെ നമ്മളെ തുടക്കം മുതലേ നമ്മൾ ആലോചിപ്പിക്കുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു സംഭവം എങ്ങനെ കൊണ്ടുപോയി നല്ല നീറ്റായിട്ട് അവസാനിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ വന്നത്. അവസാനം ഇത്രയും തന്നെ വേണമായിരുന്നു, അതോ ഇതേപോലെ ആയിരുന്നു വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് വന്നു. എന്നാലും ആൾക്കാർ സിനിമ കണ്ടിറങ്ങുമ്പോൾ മനോഹരമായി എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ എന്ന് ഞാനിപ്പോഴും പറയുന്നില്ല, പക്ഷേ മമ്മൂട്ടിയുടെ സിനിമകളിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. കുട്ടികളൊക്കെ ആയിട്ട് സിനിമ കാണാനായിട്ട് ഡാൻസ് പാട്ടൊക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. ഒരു തമിഴ് പാട്ടാണ് ഫുൾ ടൈം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മമ്മൂട്ടിയുടെ സ്വഭാവം കാണിക്കുന്ന ഒരു പാട്ടായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. മേക്കിംഗ് ഒക്കെ ക്വാളിറ്റിയും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫൈസൽ അലിയുടെ ക്യാമറ വർക്കും തമിഴ്നാടും കേരളവും ഇങ്ങനെ മാറ്റി മാറ്റി കാണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രസമുണ്ട്. അത് ഒരു പ്രത്യേക ഫീലിലാണ് പോകുന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫാണ് ഈ പടത്തിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമുക്കൊരു നെഗറ്റീവ് സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ കാലഘട്ടം കാണിക്കുന്നത്. അതായത് ഈ കഥ ഒരിക്കലും പുതിയ കാലഘട്ടത്തിൽ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും മൊബൈൽ ഫോണൊക്കെ വന്നതോടുകൂടി ഈ കഥ പറയണതിലൊക്കെ ഒരു ലിമിറ്റേഷൻ വരാമെന്നുള്ളതുകൊണ്ട് ഒരു 2012 കാലഘട്ടമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ വാഹനങ്ങളും കുറച്ച് വാഹനങ്ങളൊക്കെ പഴയ കാലത്തെ കാണിച്ചുവെങ്കിലും ബാക്കിൽ നിന്ന് ഒരു വലിയ സീനുകളിലൊക്കെ ബാക്കിൽ നിന്ന് മറ്റേ 2025 ഐഷർ, പുതുപുത്തൻ ഐഷറും സംഭവങ്ങളൊക്കെ സൈഡിൽ കൂടെ ഹോൺ അടിച്ചൊക്കെ പോകുന്നതൊക്കെ ഉണ്ട്. അത് പുതിയ കാലഘട്ടത്തിൽ വേണ്ടി അതൊക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് നമുക്ക് അതൊന്നും പ്രശ്നമല്ല. പിന്നെ അതുപോലെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് മമ്മൂട്ടിയുടെ രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന് ചെയ്ത പടമോ അല്ലെങ്കിൽ ആ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴുള്ള പടമാണോ എന്നറിയില്ല. അതുകൊണ്ട് ചെറിയൊരു ക്ഷീണം എനിക്ക് തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. വിനായകന്റെ കാര്യം പിന്നെ നമുക്കറിയാലോ. വിനായകൻ ശരിക്കും ആ നത്ത് എന്ന് പറയുന്ന ഒരു പോലീസുകാരനായിട്ട് ഇങ്ങനെ ജീവിക്കുകയായിരുന്നു. നമ്മളെ ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കുന്ന ഒരുപാട് പേര് ഇങ്ങനത്തെ ഒരു കഥയും കൂടെ കൂട്ടി വരുമ്പോൾ ഒരു പഴുതില്ലാത്ത തിരക്കഥയാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എങ്കിലും നല്ല രസമായിട്ട് തിരക്കഥയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളെ ചോദിപ്പിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് വരുമ്പോഴേക്കും അടുത്ത സീനിലേക്ക് ഇങ്ങനെ ചാടിപ്പോകും. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആലോചിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട, നല്ല രസമായിട്ട് ഇന്ന് കണ്ടു തീർക്കാം. 2-2.5 മണിക്കൂറിനടുത്ത് പടമുണ്ട്. ഒരു ത്രില്ലർ സ്വഭാവത്തിൻ്റെ എല്ലാ മൂഡുമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാ സംഭവം കൊണ്ടുവന്ന് അവർ നല്ല നീറ്റായിട്ട് അവസാനിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണാമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. ഫാമിലി മൂവി ഇല്ലാന്ന് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ വർഷത്തെ എക്കോ സിനിമയ്ക്ക് ശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത പടം ഇറങ്ങി, നല്ലൊരു സിനിമ. അപ്പം ഇങ്ങനെ നല്ല നല്ല സിനിമ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് നല്ല അവസ്ഥയാണ്. നല്ല ആലോചിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുള്ള, ഇനിയും കുറേ പടങ്ങൾ വരാണ്ട് എല്ലാം അതേപോലെ നല്ല മികച്ച ചിത്രങ്ങളായി മാറട്ടെ എന്നിങ്ങനെ ആശംസിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കുരിശ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ കൂടെ ഉണ്ടാവണം. കുരിശ് വേണ്ടിയിട്ട് ജോസ്. അപ്പോൾ അടിപൊളി.